നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഏഷ്യൻ സീനിയർ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ദീപ കർമാക്കർ. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണം ജൂൺ 23-ന്. തലസ്ഥാനത്ത് ഒളിമ്പിക് റൺ നടത്താനൊരുങ്ങി കേരള ഒളിമ്പിക് അസോസിയേഷൻ. അമ്പെയ്ത്ത് ലോകകപ്പ്. യച്ചോണിൽ ഇന്ത്യൻ വനിതാ കോമ്പൗണ്ട് ടീമിന് സ്വർണ്ണ മെഡൽ. ഹാലെ അത്ലറ്റിക്സ് മീറ്റ്. ജാവലിൻ ത്രോയിൽ അന്നു റാണിക്ക് വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റിൽ നടന്ന ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വോൾട്ട് മത്സരത്തിൽ സ്വർണം നേടി ഇന്ത്യയുടെ ദീപ കർമാക്കർ ചരിത്രം സൃഷ്ടിച്ചു. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്നത്. നേരത്തെ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ജിംനാസ്റ്റുകൾ നേടിയ 4 വെങ്കല മെഡലാണ്. 2015-ൽ വനിതകളുടെ വോൾട്ട് ഇനത്തിൽ ദീപ കർമാക്കർ 3-ാം സ്ഥാനത്തായിരുന്നു. 2006-ൽ പുരുഷന്മാരുടെ ഫ്ലോർ എക്സസൈസിലും 2019-ലും 2022-ലും വനിതാ വോൾട്ട് ഇനത്തിലും ആശിഷ് കുമാറും പ്രണതി നായക്കുമാണ് ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ മറ്റു താരങ്ങൾ. താഷ്കന്റിൽ നടന്ന വനിതാ വോൾട്ട് ഫൈനലിൽ ഒളിമ്പ്യൻ ദീപ കർമാക്കർ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ കിം സൺ ഹ്യാങ്ങിനെയും ജോ ക്യാങ് ബയോളിനെയും മറികടന്ന് 13.566 എന്ന ശരാശരി സ്കോർ നേടിയാണ് സ്വർണം നേടിയത്. താഷ്കന്റിൽ തന്നെ മറ്റൊരു മത്സര ഇനമായ ഓൾറൗണ്ട് വിഭാഗത്തിൽ 46.166 സ്കോറുമായി 16-ാം സ്ഥാനത്തായിരുന്നു ദീപ കർമാക്കർ. എന്നാൽ ജിംനാസ്റ്റിക്സിൽ ഇന്ത്യയ്ക്കായി പാരീസ് ഒളിമ്പിക്സ് കോട്ട നേടാൻ ദീപയ്ക്കായില്ല. ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ജിംനാസ്റ്റ് കൂടിയായ ദീപ റിയോ 2016-ലെ വനിതാ വോൾട്ടിൽ അവിശ്വസനീയമായ പ്രകടനത്തോടെ 4-ാം സ്ഥാനത്തായിരുന്നു. ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി 25,000 പേർ പങ്കെടുക്കുന്ന ഒളിമ്പിക് റൺ സംഘടിപ്പിക്കുകയാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ. ജൂൺ 23-ന് മാനവീയം വീഥി മുതൽ സെൻട്രൽ സ്റ്റേഡിയം വരെയാണ് കൂട്ടയോട്ടം. തിരുവനന്തപുരത്ത് രാവിലെ 9:30-നാണ് ഒളിമ്പിക് റൺ ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ലെറ്റ്സ് മൂവ് എന്ന ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ വർഷം അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആചരിക്കുന്നത്. ദിവസേനയുള്ള വ്യായാമത്തിലൂടെ ആരോഗ്യ സംരക്ഷണത്തിന് പൊതുജനങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ലെറ്റ്സ് മൂവ് എന്ന ആശയം കൊണ്ട് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിന്റെ വരവ് അറിയിച്ചുകൊണ്ട് ഈ വർഷത്തെ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം സമുചിതമായി ആഘോഷിക്കുന്നു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരള ഒളിമ്പിക് അസോസിയേഷൻ നടത്തുന്ന പരിപാടിയിൽ പാരീസ് ഒളിമ്പിക്സിന്റെ കൗണ്ട് ഡൗൺ അടയാളപ്പെടുത്തുകയും ഒളിമ്പിക്സിൽ മാറ്റുരയ്ക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് വിജയാശംസകൾ നേരുകയും ചെയ്യും. എല്ലാ ജില്ലകളിലും അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ കായിക മത്സരങ്ങൾ, മദ്യത്തിനും മയക്കുമരുന്നിനും ഉത്തേജക മരുന്ന് ഉപയോഗിക്കുന്നതിനും എതിരായ ബോധവൽക്കരണ പ്രചാരണ പരിപാടികൾ, രക്തദാന ക്യാമ്പ്, മുൻ കായിക താരങ്ങളുടെ പുനഃസമാഗമം, സെമിനാറുകൾ, ചിത്രരചനാ മത്സരങ്ങൾ, ക്വിസ് മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. ജൂൺ 17 മുതൽ 23 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ രൂപം നൽകിയിരിക്കുന്നത്. ഒളിമ്പിക് റണ്ണിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒളിമ്പിക് അസോസിയേഷന്റെ വെബ്സൈറ്റായ keralaolympic.org വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 500 പേർ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും വ്യക്തിഗത സർട്ടിഫിക്കറ്റും സ്ഥാപനത്തിന്റെ പേരിൽ ഡിപ്ലോമയും മെമന്റോയും പങ്കെടുക്കുന്നവർക്ക് അവരുടെ സ്ഥാപനത്തിന്റെ ലോഗോ പതിപ്പിച്ച ടീഷർട്ടും നൽകുന്നതാണ്. കുറഞ്ഞത് 250 പേർ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും വ്യക്തിഗത സർട്ടിഫിക്കറ്റും സ്ഥാപനത്തിന്റെ പേരിൽ ഡിപ്ലോമയും ടീഷർട്ടും നൽകുന്നതാണ്. ആധുനിക ഒളിമ്പിക്സ് യാഥാർത്ഥ്യമായതിന്റെയും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി 1894-ൽ പിയർ ഡി കുബേർട്ടിൻ സ്ഥാപിച്ചതിന്റെയും ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ കീഴിലുള്ള ദേശീയ ഒളിമ്പിക് കമ്മിറ്റികളും അവരുടെ കീഴിലുള്ള ദേശീയ കായിക സംഘടനകളും പ്രാദേശിക ഒളിമ്പിക് കമ്മിറ്റികളും എല്ലാ വർഷവും ഒളിമ്പിക് ദിനം ആചരിച്ചു വരുന്നു. കായിക രംഗത്ത് സജീവമായി പങ്കെടുക്കുവാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാകും ഒളിമ്പിക് ദിനമായ ജൂൺ 23-ന് കൂട്ടയോട്ടം ഉൾപ്പെടെയുള്ള വിവിധ കായിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. കൊറിയയിലെ യച്ചോണിൽ നടന്ന അമ്പെയ്ത്ത് ലോകകപ്പ് സ്റ്റേജ് 2 മത്സരത്തിൽ അദിതി സ്വാമി, ജ്യോതി സുരേഖ വെന്നം, പ്രണീത് കൗർ എന്നിവരടങ്ങിയ ഇന്ത്യൻ വനിതാ കോമ്പൗണ്ട് ടീമിന് സ്വർണ്ണ മെഡൽ. ലോക 1-ാം റാങ്കുകാരായ ഇന്ത്യൻ വനിതാ കോമ്പൗണ്ട് അമ്പെയ്ത്ത് ടീം 232-226 എന്ന സ്കോറിനാണ് തുർക്കിയുടെ ഹസൽ ബറൂൺ, ഐസെ ബെറാസുസർ, ബീഗം യുവ എന്നിവരെ പരാജയപ്പെടുത്തിയത്. നേരത്തെ ഇറ്റലിക്കെതിരെ ഇന്ത്യൻ അമ്പെയ്ത്ത് ടീം 236-234 എന്ന സ്കോറിന് വിജയിച്ച ശേഷം സെമിയിൽ 233-229 USA പരാജയപ്പെടുത്തിയിരുന്നു. യോഗ്യതാ റൗണ്ടിൽ 2-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യ ആദ്യ റൗണ്ടിൽ ബൈ നേടിയിരുന്നു.
കഴിഞ്ഞ മാസം ഷാങ്ഹായിൽ നടന്ന സ്റ്റേജ് 1 ലോകകപ്പിൽ വ്യക്തിഗത വനിതാ കോമ്പൗണ്ട് ഇനത്തിൽ ലോക ചാമ്പ്യൻ അതിഥി സ്വാമിയും ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ ജ്യോതി സുരേഖ വെന്നം, പ്രണീത് കൗർ എന്നിവർ പോഡിയത്തിൽ ഒന്നാമതെത്തിയിരുന്നു. ജർമ്മനിയിലെ ഹാലയിൽ നടന്ന അത്ലറ്റിക്സ് മീറ്റിൽ വനിതകളുടെ ജാവലിൻ ത്രോ ഇനത്തിൽ ഇന്ത്യയുടെ അന്നു റാണി 59.09 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ നേടി. ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ അന്നു റാണി തന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ 59.09 മീറ്ററാണ് എറിഞ്ഞത്. ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ 79.99 മീറ്ററോടെ ഇന്ത്യയുടെ വിക്രാന്ത് മാലിക് വെങ്കലവും സ്വന്തമാക്കി. 2024 അത്ലറ്റിക്സ് സീസണിലെ തന്റെ മൂന്നാമത്തെ മത്സരത്തിൽ അന്നു റാണി ആദ്യ ശ്രമത്തിൽ തന്നെ തന്റെ ഏറ്റവും മികച്ച ത്രോ രേഖപ്പെടുത്തി. ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂർ ബ്രോൺസ് ഇവന്റാണ് ഈ ചാമ്പ്യൻഷിപ്പ്. ആദ്യ ശ്രമത്തിൽ തന്നെ 59.09 മീറ്റർ എറിഞ്ഞ് അന്നു റാണി ടൂർണമെന്റിന് മികച്ച തുടക്കം കുറിച്ചു. 31-കാരിയായ അന്നുവിന്റെ രണ്ടാമത്തെ ത്രോ 55.19 മീറ്റർ ആയിരുന്നു. മൂന്നാമത്തെയും നാലാമത്തെയും ത്രോകൾ അസാധുവായിരുന്നു. അഞ്ചാമത്തെയും ആറാമത്തെയും ത്രോകൾ യഥാക്രമം 57.69, 55.79 മീറ്റർ ആയിരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ വാൻഡെക് ജോആൻ 60.82 മീറ്റർ ദൂരം കണ്ടെത്തി ഒന്നാമതായി. 2022 ജംഷഡ്പൂരിൽ നടന്ന ഇന്ത്യൻ ഓപ്പൺ ജാവലിൻ ത്രോ മത്സരത്തിൽ നേടിയ 63.82 മീറ്ററാണ് അന്നു റാണിയുടെ ഏറ്റവും മികച്ച ത്രോ. ജാവലിൻ ത്രോയിലെ പാരീസ് ഒളിമ്പിക് യോഗ്യതാ മാർക്ക് 64 മീറ്ററാണ്. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. വീണ്ടും കിരീടം കൈവിട്ട് സിന്ധു. 2 വർഷത്തിനു ശേഷം അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ആദ്യ കിരീടമെന്ന ഇന്ത്യൻ താരം PV സിന്ധുവിന്റെ മോഹം തകർന്നു. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ ഫൈനലിൽ ഇന്ത്യൻ താരം പൊരുതി വീണത് നിലവിലെ ഏഷ്യൻ ചാമ്പ്യൻ വാങ് ഷിയോടാണ്. സ്കോർ 21-16, 5-21, 16-21. ആദ്യ ഗെയിം നേടുകയും മൂന്നാം ഗെയിമിൽ വൻ ലീഡ് നേടുകയും ചെയ്ത ശേഷമാണ് സിന്ധു തോൽവി സമ്മതിച്ചത്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ എക്കാലത്തെ മികച്ച നേട്ടവുമായി ഇന്ത്യ. 17 മെഡലുകളുമായി ഇന്ത്യ 6ാം സ്ഥാനത്ത്. 6 സ്വർണം, 5 വെള്ളി, 6 വെങ്കലം. ചാമ്പ്യൻഷിപ്പിലെ വനിതാ 400 മീറ്റർ T20 വിഭാഗത്തിൽ ദീപ്തി ജിവാൻജി 55.06 സെക്കൻഡിന്റെ ലോക റെക്കോർഡോടെയാണ് സ്വർണം നേടിയത്. കേരളത്തിലുടനീളം പെയ്തുകൊണ്ടിരിക്കുന്ന കനത്ത മഴയെ തുടർന്ന് മെയ് 28 മുതൽ 31 വരെ നടത്താനിരുന്ന 9ാമത് കേരള ഹോക്കി ജൂനിയർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പും കേരള ഹോക്കി സീനിയർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പും മാറ്റിവെച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9ാമത് കേരള ഹോക്കി ജൂനിയർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 1 മുതൽ 4 വരെ പാലക്കാട് നടക്കും. സീനിയർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 28 മുതൽ 31 വരെ കൊല്ലത്തും നടക്കും. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.